ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ രാജിക്കായുള്ള മുറവിളി ഉയർന്നു കഴിഞ്ഞു. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലാണ് രോഹിത് ശർമ്മ ഇപ്പോഴുള്ളത്. പരമ്പരയിൽ പെർത്തിൽ വെച്ച് നടന്ന ആദ്യ ടെസ്റ്റിൽ രോഹിത് ശർമ്മ കളിച്ചിരുന്നില്ല. കുടുംബ ആവശ്യങ്ങളെ തുടർന്ന് സ്വദേശത്തായിരുന്നു അദ്ദേഹം. പെർത്ത് ടെസ്റ്റിൽ ഇന്ത്യ 195 റൺസിന്റെ കൂറ്റൻ ജയം സ്വന്തമാക്കുകയും ചെയ്തു. ഇതിനുശേഷം അഡ്ലൈഡിലെ രണ്ടാം ടെസ്റ്റ് മുതൽ രോഹിത് ശർമ്മയുടെ കീഴിലാണ് ടീം ഇന്ത്യ ഇറങ്ങുന്നത്. അഡ്ലൈഡിലെ പിങ്ക് ബോൾ ടെസ്റ്റിൽ ഇന്ത്യ 10 വിക്കറ്റിന്റെ തോൽവി വഴങ്ങി. ബ്രിസ്ബെയിനിലെ മൂന്നാം ടെസ്റ്റ് മഴയെ തുടർന്ന് സമനിലയിൽ അവസാനിച്ചു. മെൽബണിലെ MCGയിൽ അരങ്ങേറിയ നാലാം ടെസ്റ്റിലും രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് ദയനീയമായിരുന്നു. ഇന്ത്യ 184 റൺസിന് തോറ്റ കളിയിലെ ആദ്യ ഇന്നിംഗ്സിൽ 3-ഉം രണ്ടാം ഇന്നിംഗ്സിൽ 9-ഉം മാത്രമായിരുന്നു രോഹിത് ശർമ്മയുടെ സ്കോർ. ഇതോടെയാണ് രോഹിത് ശർമ്മ വിരമിക്കാൻ സമയമടുത്തു എന്ന് രവി ശാസ്ത്രി അഭിപ്രായപ്പെട്ടത്. ഇന്ത്യൻ ടീമിന്റെ മുൻ താരവും മുഖ്യ പരിശീലകനുമായിരുന്നു രവി ശാസ്ത്രി. രോഹിത് ശർമ്മയുടെ തുടർച്ചയായ പരാജയം മാത്രമല്ല, സൂപ്പർ താരം വിരാട് കോഹ്ലിയുടെ ഫോമും ഇന്ത്യൻ ടീമിന്റെ നിലവിലെ പ്രശ്നമാണ്. വിരാട് കോഹ്ലിയുടെ വിരമിക്കലിനെ കുറിച്ചും രവി ശാസ്ത്രി മനസ്സ് തുറന്നു എന്നതും ശ്രദ്ധേയം. രോഹിത് ശർമ്മയുടെ ബാറ്റ് ശരീരത്തിൽ നിന്ന് അകന്നാണ് നിൽക്കുന്നത് എന്നും ടെസ്റ്റിൽ നിന്ന് വിരമിക്കാൻ സമയമായതാണ് അത് കാണിക്കുന്നത് എന്നും രവി ശാസ്ത്രി പറഞ്ഞു. അതേസമയം വിരാട് കോഹ്ലിക്ക് 2-3 വർഷം കൂടി കളിക്കാൻ സാധിച്ചേക്കുമെന്നും രവി ശാസ്ത്രി കൂട്ടിച്ചേർത്തു. എനിക്ക് തോന്നുന്നത് വിരാട് കോഹ്ലി കളി തുടരണം എന്നാണ്. വിരാട് കുറച്ചു നാൾ കൂടി തുടരും. ഇപ്പോൾ പുറത്തായ രീതി മറന്നേക്കുക. ചുരുങ്ങിയത് 3-4 വർഷം കൂടി വിരാട് കോഹ്ലിക്ക് കളിക്കളത്തിൽ തുടരാൻ സാധിച്ചേക്കും. എന്നാൽ രോഹിത് ശർമ്മയുടെ കാര്യം അതല്ല. ടോപ്പ് ഓർഡറിൽ രോഹിത് ശർമ്മയുടെ ഫുട് വർക്ക് ഫലപ്രദമായി അല്ല കണ്ടുവരുന്നത്. വിരമിക്കലിനുള്ള സമയം അടുത്തിരിക്കുന്നു. പന്ത് നേരിടുന്നതിൽ രോഹിത് ശർമ്മ അല്പം താമസം നേരിടുന്നുണ്ട്. ഈ പരമ്പരയ്ക്ക് ശേഷം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് രോഹിത് ശർമ്മയാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഇപ്പോൾ അരങ്ങേറുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ 5 മത്സരങ്ങളാണുള്ളത്. 5ാം ടെസ്റ്റ് ജനുവരി 3-ന് സിഡ്നിയിൽ ആരംഭിക്കും. സിഡ്നി ടെസ്റ്റിന് ശേഷം രോഹിത് ശർമ്മ വിരമിക്കുന്നത് നല്ലതാണ് എന്നാണ് രവി ശാസ്ത്രി പറഞ്ഞു വെച്ചിരിക്കുന്നത്. മെൽബൺ ടെസ്റ്റിൽ ഓസീസ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിന് മുന്നിൽ വിക്കറ്റ് നഷ്ടപ്പെട്ടതോടെ എതിർ ടീം ക്യാപ്റ്റന് മുന്നിൽ ഏറ്റവും കൂടുതൽ തവണ വിക്കറ്റ് നഷ്ടപ്പെടുന്ന നായകൻ എന്ന നാണക്കേടിന്റെ ലോക റെക്കോർഡ് രോഹിത് ശർമ്മയ്ക്ക് വന്നു ചേർന്നിരുന്നു. ഇത് 6ാം തവണയാണ് രോഹിത് ശർമ്മ ഓസീസ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിന്റെ മുന്നിൽ പുറത്താകുന്നത്. ഇനി 5ാം ടെസ്റ്റിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് കിടിലൻ ഫോമിലേക്ക് തിരിച്ചു വന്നാൽ മാത്രമേ ഈ വിമർശനങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ ഹിറ്റ്മാന് രക്ഷയുണ്ടാകൂ. അതല്ല, 5ാം ടെസ്റ്റിലും പ്രകടനം ദയനീയമാണെങ്കിൽ വിരമിക്കൽ ആവശ്യപ്പെട്ടിട്ടുള്ള മുറവിളികൾ ഇനിയും ഉയരും.